ഹലോ, എല്ലാവർക്കും അഗ്രിഗുരുവിലേക്ക് സ്വാഗതം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് സോയിൽ ഹെൽത്തിനെ കുറിച്ചിട്ട്. സോയിൽ ഹെൽത്ത്, സോയിൽ ക്വാളിറ്റി, സോയിൽ ഫെർട്ടിലിറ്റി, സോയിൽ പ്രൊഡക്ടിവിറ്റി, ഇങ്ങനെ ഈ ടേംസ് എല്ലാം നമ്മൾ മിക്സ്ഡ് ആയിട്ട് കേൾക്കും. അതിൻ്റെ കൂടെ നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് സോയിൽ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത്. സോ എന്താണ് ഈ സോയിൽ ഹെൽത്ത് കാർഡ് അല്ലെങ്കിൽ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം എന്ന് പറയും? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2015 ആരംഭിച്ച ഒരു സ്കീമാണ് ആക്ച്വലി സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം എന്ന് പറയുന്നത്. അത് തുടങ്ങിയിരിക്കുന്നത്, ആദ്യമായിട്ട് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് രാജസ്ഥാനിലാണ്. ഫെബ്രുവരി 19 ഈ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് 2015. സോ ഈ സ്കീമിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഫീൽഡ്സ്, അഗ്രികൾച്ചർ ഫീൽഡ്സിൽ സോയിൽ ഫെർട്ടിലിറ്റി ലെവൽ അസസ് ചെയ്യുക. സോ അതിനനുസരിച്ചിട്ടുള്ള ന്യൂട്രിയൻ റെക്കമെൻഡേഷൻസ് ഫാമേഴ്സിന് കൊടുക്കുക എന്നുള്ളതായിരുന്നു. സോ ഈ ഒരു സ്കീം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ once in 3 years നമ്മുടെ സോയിൽ ടെസ്റ്റ് ചെയ്യും. നമ്മുടെ ഫാമേഴ്സിൻ്റെ സോയിൽ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ബേസിലൊരു സോയിൽ ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്യും. once in 3 years ആ ഒരു സോയിൽ ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സോയിലിൻ്റെ pH, EC, ഓർഗാനിക് കാർബൺ, പിന്നെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, പിന്നെ സൾഫർ, മൈക്രോ ന്യൂട്രിയൻസ്, അതായത് അയൺ, മാംഗനീസ്, സിങ്ക്, കോപ്പർ, ബോറോൺ, ഇത്രയും കാര്യങ്ങളാണ് സോയിലിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ടെസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ നിലവിലെ സോയിൽ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് അതിനാവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ നമ്മൾ ഈ ഒരു സ്കീമിനകത്തോട് അല്ലെങ്കിൽ ഈ ഒരു ഹെൽത്ത് കാർഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കും. സോ ആക്ച്വലി എന്തിനാണ് ഈ ഒരു സ്കീം ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ആക്ച്വലി ഗവൺമെൻറ് എന്തിനാണ് ഇങ്ങനൊരു സ്കീം കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ ഇത്രയും ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അങ്ങനെ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യം എന്തിനായിരിക്കും ഗവൺമെൻറ് കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ സോ ഈ അഗ്രികൾച്ചർ ഫീൽഡ്സിൻ്റെ സോയിൽ ഫെർട്ടിലിറ്റി എത്രയുണ്ടെന്ന് നമുക്ക് ഇതിനകത്തോടെ അസസ് ചെയ്യാൻ പറ്റും. ഓരോ ഫാമേഴ്സിൻ്റെ ഫീൽഡിൽ നമ്മൾ പോയിട്ട് ഈ ഒരു സോയിൽ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ എന്താണ് നിലവിലെ സ്ഥിതി എന്ന് മനസ്സിലാവും. പിന്നെ അതേപോലെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ അതിലൂടെ നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂടും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് ഫെർട്ടിലൈസറിൻ്റെ ഓവർ യൂസ് എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ നമ്മൾ അറിയാം ഒരുപാട് യൂറിയ അപ്ലൈ ചെയ്യും. നമ്മുടെ പ്ലാന്റ്സിന് ആവശ്യമുള്ളതിലും കൂടുതൽ കുറേ ഫെർട്ടിലൈസർ നമ്മൾ അപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ അണ്ടർ ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസറും ചില ഫെർട്ടിലൈസർ നമ്മൾ അപ്ലൈ ചെയ്യാറില്ല. ഫോർ എക്സാമ്പിൾ മൈക്രോ ന്യൂട്രിയൻ്റ് അപ്ലൈ ചെയ്യാറില്ല. ചില സ്ഥലങ്ങളിൽ പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യാറില്ല. ഇങ്ങനെയൊക്കെയുള്ള കറക്റ്റായിട്ടല്ലാത്തുള്ള ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ രീതികളുണ്ട്. സോ ഇതൊക്കെ മാറ്റാൻ ഫെർട്ടിലൈസർ കറക്റ്റായിട്ടുള്ള ഡോസിൽ കറക്റ്റായിട്ടുള്ള ടൈമിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഉള്ള സ്കീം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഓർത്തിരിക്കുക, നമ്മുടെ ഈ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം 2015 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. രാജസ്ഥാനിലാണ് ഈ സ്കീം വന്നിരിക്കുന്നത്. സോ ഈ ഒരു സ്കീമിൻ്റെ മോട്ടോ തന്നെ സ്വസ്ഥധര ഖേത് ഹര എന്നുള്ളതാണ്. സ്വസ്ഥധര ഖേത് ഹര എന്നുള്ളതാണ്. അതായത് ഹെൽത്തി എർത്ത് ഗ്രീൻ ഫീൽഡ് എന്നുള്ളതാണ്. സോ എത്രമാത്രം നമ്മൾ സോയിൽ ഫെർട്ടിലിറ്റി അറിഞ്ഞ് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടോ അത്രയും നമുക്ക് സോയിൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി നമുക്ക് നന്നായി കിട്ടും.